ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റ ശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കടയിലേക്ക് വന്ന ദാസപ്പേട്ടനോട് ഒരു ചേട്ടൻ ചോദിക്കുന്നു, എന്താ ദാസപ്പേട്ട രാജലക്ഷ്മി തമ്പുരാട്ടിയുമായിട്ട് ഒരിടപാട്, കല്യാണാലോചന വല്ലതും ആണോ? അതേന്ന് ദാസപ്പൻ പറയുമ്പോൾ ആ ചേട്ടൻ ചോദിക്കുകയാണ്, ആർക്ക്, ഇളയവനാണോ അതോ മൂത്തവന്മാർ ആരെങ്കിലും രണ്ടാം കെട്ട് കെട്ടാൻ പോകുകയാണോ? ദാസപ്പൻ പറയുന്നു, ഇളയവനാ, വിഷ്ണുവിന്. ചേട്ടൻ ചോദിക്കുന്നു, അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മഹാഭാവം ചെയ്യണോ ചേട്ടാ? മൂത്ത രണ്ട് ആൺമക്കളുടെയും അനുഭവം അറിയാലോ, അതിൽ ഒരുത്തന്റെ കല്യാണം നടത്തി കൊടുത്തത് ചേട്ടൻ തന്നെയല്ലേ? ഞാനൊരു ബ്രോക്കർ അല്ലേ സുകുമാരാന്ന് ദാസപ്പൻ പറയുമ്പോൾ സുകുമാരൻ പറയുകയാണ്, വീടും സ്ഥലവും കച്ചവടം നടത്തുന്നത് പോലെ അല്ലല്ലോ ഇത്, ഒരു പെണ്ണിന്റെ ജീവിതം തുലങ്ങി പോകുന്ന ഏർപ്പാടാ. ദാസപ്പൻ പറയുന്നു, വിഷ്ണുവിന് പറ്റിയ ആലോചന വല്ലതും ഉണ്ടോന്ന് എന്നോട് ചോദിച്ചു, നോക്കാമെന്ന് ഞാനും പറഞ്ഞു, അത്രേ ഉള്ളൂ. സുകുമാരൻ പറയുന്നു, വല്ല പാവം പിടിച്ച പെമ്പിള്ളാരുടെയും ജീവിതം കുരുതി കൊടുക്കല്ലേ എന്റെ ദാസപ്പേട്ട. ചേട്ടന് കൈ നിറച്ച് കാശ് കിട്ടുമായിരിക്കും, കൂട്ടത്തിൽ ആ പെണ്ണിന്റെ ശാപവും കൂടി കിട്ടും. ദാസപ്പൻ പറയുന്നു, ഞാൻ പാർട്ടികളെ കൂട്ടിമുട്ടിച്ചു കൊടുക്കുന്നു, ബാക്കിയെല്ലാം വീട്ടുകാർ ആലോചിച്ച് ചെയ്യുന്നതല്ലേ. സുകുമാരൻ ചോദിക്കുന്നു, അങ്ങനെ തന്നെയല്ലേ മൂത്തവന്മാരുടെയും കല്യാണം നടന്നത്? എന്നിട്ടെന്തായി, രണ്ടുപേരുടെയും ഭാര്യമാരിട്ടേച്ചു പോയി. പിള്ളേരുണ്ടാകില്ല എന്നുള്ളത് മാത്രമല്ലല്ലോ കുഴപ്പം, അവന്മാർക്ക് ഒരു പെണ്ണിന്റെ കൂടി കഴിയാനുള്ള ശേഷിയില്ല. ദാസപ്പൻ പറയുന്നു, അത് മൂത്തവന്മാരുടെ കാര്യമല്ലേ. സുകുമാരൻ പറയുന്നു, ശാപം കിട്ടിയ കുടുംബം അവരുടേത്, കൂടപ്പിറപ്പുകളെ ചതിച്ച വിഷ്ണുവിന്റെ അച്ഛൻ ഈ സ്വത്ത് മുഴുവൻ സമ്പാദിച്ചത്, അതിന്റെ ശിക്ഷയായിരിക്കും മക്കൾ അനുഭവിക്കുന്നത്. മൂത്തവരുടെ കുഴപ്പം തന്നെ ഇളയവനുമുണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞതാ. അവിടുത്തെ ജോലിക്കാരി സരസമ്മ വഴി ഞാൻ അറിഞ്ഞ കാര്യമാണിത്. പിന്നെ ഞാൻ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. ദാസപ്പൻ ഒന്ന് ആലോചിച്ച് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കല്ലുമോള് തുളസിയുടെ ഫോൺ എടുത്ത് വായിൽ വെക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് തുളസി ഉറക്കെ മീനു, എടി മീനു എന്ന് വിളിക്കുമ്പോൾ കല്ലുമോള് ഉറക്കെ കരയുകയാണ്. തുളസി ചോദിക്കുന്നു, എന്തൊക്കെയാ കാണിച്ചു വെച്ചേക്കുന്നത്, എന്ത് നാശമായത്, എല്ലാം വാരി വലിച്ച് താഴെ ഇട്ടു. മീനു, എന്താ അച്ഛ ബഹളം എന്ന് ചോദിച്ച് മീനാക്ഷി അവിടെ കൂടി വരുമ്പോൾ തുളസി പറയുന്നു, നീ കണ്ടില്ലേടി എന്നതാണെന്ന്, ചുണ്ടലിയുടെ അത്രേ ഉള്ളൂ, കാണിക്കുന്ന പണികളും ഉണ്ടോ? കുഞ്ഞിനെ എടുത്തുകൊണ്ട് മീനു പറയുന്നു, അയ്യോടാ പോട്ട്, അച്ഛൻ ഇത് എവിടെ പോയിരിക്കുകയായിരുന്നു? തുളസി പറയുന്നു, ഞാനൊന്ന് മേല് കഴുകാൻ കയറിയതേ ഉള്ളൂ, എന്നാ സുഖേടാണെന്ന് നോക്കിയേ, കണ്ണു തെറ്റിയാൽ ഇവൾ എന്റെ മുറിക്കകത്താ, ഇവിടെന്താ നീതി കുടിച്ചിട്ടിരിക്കുന്നോ? മീനു പറയുന്നു, ഇല്ല മോളെ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഇതെന്താ മോളി കാണിച്ചു വെച്ചിരിക്കുന്നത്, മോൾ ഇതൊക്കെ കെയർ ചെയ്യണ്ടേ, ഇത് ഇവിടുത്തെ മഹാരാജാവിന്റെ മുറിയാണെന്ന് മോൾക്ക് അറിഞ്ഞൂടെ? തുളസി ചോദിക്കുന്നു, നീ എന്താടി എന്നെ കളിയാക്കുകയാണോ? മീനു ചോദിക്കുന്നു, എന്റെ അച്ഛൻ ഈ കുഞ്ഞിനേക്കാളും ചെറുതാണോ? എന്തേലും ഒരു കാരണം നോക്കിയിരിക്കുക എന്റെ മോളുടെ മെക്കിട്ട് കയറാൻ. ആ പോട്ടടാ, കരയല്ലേ, അച്ഛൻ തന്നെ ഇതൊക്കെ ഒന്ന് പറക്കി വെച്ചേര്, പോട്ടടാ മോള് കരയല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മീനു അവിടെ നിന്ന് പോവുകയാണ്. തുളസി ഫോണും താഴെ വീണ് കിടക്കുന്ന പേപ്പറുകളും മാഗസീനും എല്ലാം എടുത്തു വെക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മി പറയുന്നു, ദാസപ്പൻ പറഞ്ഞ സരോഗസിയുടെ എന്ന് പറഞ്ഞാൽ വാടക ഗർഭപാത്രത്തിന്റെ കഥയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, അതൊന്നും എന്റെ അടുത്ത് ആവർത്തിച്ച് പറയുകയും വേണ്ട. ദാസപ്പൻ പറയുന്നു, തുളസി ചേട്ടൻ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. രാജലക്ഷ്മി ചോദിക്കുന്നു, തുളസിയോ, അതാരാ? അപ്പോൾ ദാസപ്പൻ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ, മീനാക്ഷിയുടെ അച്ഛനാ, തുളസീധരൻ നായർ. രാജലക്ഷ്മി പറയുന്നു, അയാള് നാട്ടുകാരോട് ഇങ്ങനെ ഒരു കഥ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, വിശ്വസിക്കുന്നവരും കാണുമായിരിക്കും, പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. ദാസപ്പൻ പറയുന്നു, തുളസി ചേട്ടൻ അല്ല, മീനാക്ഷിയുടെ അച്ഛൻ അങ്ങനെ കള്ളം പറയുന്ന ആളല്ല, തറവാട്ടുകാരാ, ഒരു കാലദോഷം വന്നപ്പോൾ ക്ഷയിച്ചു പോയിന്നേ ഉള്ളൂ. രാജലക്ഷ്മി പറയുന്നു, സരോഗസിയുടെ കാര്യം ശരിയാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ദിവസം തന്നെ കുഞ്ഞിന്റെ അച്ഛന് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാലേ അത് സങ്കല്പിച്ചുണ്ടാക്കിയ ഒരു കഥ പോലെ തോന്നും. അതെന്തു ആയിക്കോട്ടെ, മീനാക്ഷി ഒരു കുഞ്ഞുണ്ട്, അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ, കല്യാണത്തിന് ആ കുഞ്ഞൊരു തടസ്സവുമാകില്ല, പക്ഷേ മറ്റു കാര്യങ്ങൾ യോജിച്ചു വരണം. ഇവിടെ കയറി വരുന്ന പെണ്ണ് ഈ കുടുംബത്തിന് ചേരുന്നവളാണെന്ന് തോന്നണം, പൊന്നും പുടവയൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം, പക്ഷേ കാഴ്ചയിൽ ഒരു സ്ത്രീത്വവും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരിക്കണ്ടേ, അത് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നതല്ലോ. ദാസപ്പൻ പറയുന്നു, ആദ്യം വിഷ്ണു വന്ന് മീനാക്ഷി ഒന്ന് കാണട്ടെ. രാജലക്ഷ്മി ചോദിക്കുന്നു, അതിനു മുമ്പ് മീനാക്ഷി എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ദാസപ്പൻ പറയുന്നു, എന്ന് ചോദിച്ചാൽ ആദ്യം ചെറുക്കം പോയി പെണ്ണിനെ കാണുന്നതല്ലേ അതിന്റെ ഒരു ശരി. രാജലക്ഷ്മി പറയുന്നു, ഞാൻ അവരുടെ വീട്ടിലേക്കൊന്നും വരുന്നില്ല, അതിലൊരു ഭംഗികേടും ഉണ്ടല്ലോ, ആ കുട്ടി അമ്പലത്തിൽ വരുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റില്ലേ? ദാസപ്പൻ പറയുന്നു, അത് ആലോചിക്കാവുന്ന കാര്യമാ. രാജലക്ഷ്മി പറയുന്നു, എങ്കിലേ മീനാക്ഷിയോട് പറ ഇവിടുത്തെ അമ്പലത്തിൽ ഒരു ദിവസം വരാൻ, അതിന് ബുദ്ധിമുട്ടുണ്ടോ? ദാസപ്പൻ പറയുന്നു, ഞാൻ പറഞ്ഞു നോക്കാം. തുളസീധരൻ ചേട്ടൻ സമ്മതിക്കുമോന്നാ രാജലക്ഷ്മി പറയുന്നു, ഇയാൾ എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിക്കണം, ഞാൻ നേരിട്ട് കാണുകയും പരിചയപ്പെടുകയും ഒന്നും ചെയ്യുന്നില്ല, പെൺകുട്ടിയെ അകലെ വെച്ചാണെങ്കിലും ഒന്ന് കാണണം, അത് കഴിഞ്ഞിട്ടേ ഞാൻ വിഷ്ണുവിനെ പെണ്ണു കാണലിന് വിടുന്നുള്ളൂ. ദാസപ്പൻ എങ്ങനെയെങ്കിലും മീനാക്ഷിയുടെ അച്ഛനെ പറഞ്ഞെന്ന് സമ്മതിപ്പിക്കുക, എന്നിട്ട് എന്നെ വിളിച്ച് വിവരം പറയണം, ഈ നിത്തിരി തിരക്കുണ്ട് ദാസപ്പ. ശരി, എന്നാ ഞാൻ ഇറങ്ങുവാണെന്ന് പറഞ്ഞ ദാസപ്പൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദാസപ്പൻ തുളസിയോട് പറയുന്നു, കച്ചവടം നടക്കും ചേട്ടാ, പക്ഷേ 1,00,000 രൂപയെ ബ്രോക്കർ ഫീസ് തരത്തുള്ളൂ എന്നാ പറഞ്ഞത്, അത് അയാളുടെ ഒരു വാശിയാ, നേരത്തെ മുതല് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാ. തുളസി പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ ശരിയാകുമോ? ബ്രോക്കർ കാശിന് നമ്മൾ ശതമാന കണക്ക് വെച്ചിട്ടുണ്ടല്ലോ, എല്ലായിടത്തും നടപ്പുള്ള രീതിയും അത് തന്നെയാ. ദാസപ്പൻ പറയുന്നു, അയാളൊരു മൊരടനാ ചേട്ടാ, കച്ചവടം വാങ്ങുന്നവനും വിൽക്കുന്നവനും തമ്മിലല്ലേ, ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് എന്തിനാ പണം വാരിക്കോരി തരുന്നെന്ന് അയാളുടെ ചോദ്യം. തുളസി പറയുന്നു, കക്ഷികളെ തമ്മിൽ മുട്ടിച്ചതും വിലപേശി ഉറപ്പിച്ചതും നമ്മളല്ലേ, 1,00,000 രൂപ 4ആയിട്ട് കൊടുത്താൽ എത്ര വീതമുണ്ട്, നമ്മൾ 4 പേര് മെനക്കെട്ടതല്ലേ. ഒരു കാര്യം ചെയ്ത് ദാസപ്പ, കച്ചവടം അങ്ങ് ഉഴപ്പി വിട്ടേക്ക്, നമുക്ക് വാഴക്കുളക്കാരെ വേറെ
വേറൊരു നല്ല പ്രോപ്പർട്ടി കാണിച്ചു കൊടുക്കാം. ദാസപ്പൻ പറയുന്നു അത് പിന്നെ ഈ 25,000 വെച്ചിട്ടാണേലും. തുളസി പറയുകയാണ് വേണ്ടടാ, നിനക്ക് ഞാൻ അതിൽ കൂടുതൽ ഒപ്പിച്ചു തരാം. ദാസപ്പൻ പറയുന്നു ചേട്ടാ, ഞാൻ മോൾക്കൊരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. തുളസി പറയുന്നു അവർക്ക് താല്പര്യമാണെങ്കിൽ പയ്യൻ വന്ന് കാണട്ടെ. ദാസപ്പൻ പറയുന്നു അതിനു മുമ്പേ ചെറുക്കന്റെ അമ്മയ്ക്ക് പെൺകുട്ടിയെ ഒന്ന് കാണണമെന്ന്. അമ്പലത്തിൽ വരുമ്പോഴോ അങ്ങനെ എവിടെയെങ്കിലും വെച്ച് മതി. തുളസി പറയുന്നു അവളിപ്പോ അമ്പലത്തിലൊന്നും പോകാറില്ല. ഈശ്വര വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ടാ. ദാസപ്പൻ പറയുന്നു വീടിനടുത്തുള്ള അമ്പലത്തിൽ പോകുമ്പോഴല്ലേ കുഴപ്പം, ഇങ്ങോട്ട് വരാൻ പറ. ഇവിടെ ആകുമ്പോൾ പരിചയക്കാരും ഇല്ലല്ലോ. തുളസി ചോദിക്കുന്നു അതിന്റെ ആവശ്യം എന്താ ദാസപ്പ? ചെറുക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീട്ടിലുള്ളവര് കണ്ടാ മതിയല്ലോ, അതല്ലേ നാട്ടു നടപ്പ്. ദാസപ്പൻ പറയുന്നു ഇത് നാട്ടു നടപ്പ് അനുസരിച്ചുള്ള ഒരു കല്യാണം അല്ലല്ലോ ചേട്ടാ. തുളസി പറയുന്നു ശരി, ഞാൻ മോളോട് പറയാം. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ബിസ്ക്കറ്റ് ഒക്കെ പൊടിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കല്ലുമോള്. വീട്ടിലേക്ക് വന്ന തുളസി ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി പറയുന്നു എന്തുവാ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? കുഞ്ഞ് കരയാനായി തുടങ്ങുമ്പോൾ തുളസി ഉറക്കെ പ്രസന്നയെ വിളിക്കുകയാണ്. എന്താന്ന് ചോദിച്ചാ അവിടെ കൂടി വന്ന പ്രസന്ന കുഞ്ഞിനെ എടുക്കുമ്പോൾ തുളസി ചോദിക്കുന്നു എന്നതാടി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെയാണോ പിള്ളേര് ഭക്ഷണം കഴിക്കുന്നത്? പ്രസന്ന പറയുന്നു കുഞ്ഞല്ലേ, തനിയെ കഴിക്കാനൊക്കെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. തുളസി പറയുന്നു അറിയാൻ മേലാത്തത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ വാരി കൊടുത്ത് തീറ്റണം. മനുഷ്യനെ തറ ചവിട്ടണ്ടേ? വാരി കളഞ്ഞാലും ഇതിന്റെ ഒന്നും മണം ഈ മുറിക്കകത്തൊന്നും പോകുകയല്ല. പ്രസന്ന പറയുന്നു പോട്ടെടാ, തറ ഞാൻ ലോഷൻ ഒഴിച്ച് തുടച്ചിടാം. അവിടേക്ക് വന്ന മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയുന്നു പോട്ടെ മോളെ പോട്ടെ. അച്ഛൻ ആരോടെ ഈ ദേഷ്യം, എന്നോടോ അതോ ഈ കുഞ്ഞിനോടോ? തുളസി പറയുന്നു കുഞ്ഞ് തനിയെ വാരി കഴിക്കാൻ പ്രായമായതാ, പഠിപ്പിക്കേണ്ട സമയത്ത് ഓരോന്ന് പഠിപ്പിക്കണം. പ്രസന്ന കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നു ഒന്നോ രണ്ടോ തവണ പറഞ്ഞു കൊടുത്താൽ കുഞ്ഞുങ്ങൾ പഠിക്കുമോ അച്ഛാ? തുളസി പറയുന്നു ഇല്ലെങ്കിൽ നിന്റെ മുറിയിൽ വെച്ച് തന്നെ വളർത്തിക്കോണം, വീട് മുഴുവൻ വൃത്തികേടാക്കരുത്. മീനു ചോദിക്കുന്നു ഈ വിലക്ക് കുഞ്ഞിന് മാത്രമേ ഉള്ളോ അതോ എനിക്കും ഉണ്ടോ? മുറിയുടെ 4 ചുവരിന് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ലെന്നുള്ള നിയമം ഞാനും പാലിക്കണോ? തുളസി പറയുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. മീനു പറയുകയാണ് എന്റെ കുഞ്ഞിനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി എനിക്കും. എന്റെ മോളോട് മുറിക്ക് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഞാനും ഇറങ്ങില്ല. ഇവൾ അച്ഛന്റെ കൺവട്ടത്ത് വരാൻ പാടില്ല എന്നാണെങ്കിൽ ഞാനും വരുന്നില്ല, പോരെ? ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന പ്രസന്ന പറയുന്നു അച്ഛൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല മീനു, നീ ഈ കൊച്ചിനെ കൊണ്ടുപോയി ഉറക്കാൻ നോക്ക്. ദാ പിടിച്ചേ. മീനു പറയുന്നു വാ കല്ലു, മോളെ ഞാൻ കൊണ്ടുപോയി ഉറക്കാം, പക്ഷേ അമ്മ ഇങ്ങനെ ഉറക്കം നടിക്കരുത്. എന്റെ കുഞ്ഞിനെ കാണുമ്പോഴൊക്കെ അച്ഛൻ ഒരു കാരണവും ഇല്ലാതെ ദേഷ്യം വരുവാ, ഈ പാവത്തിനെ നോക്കി കണ്ണുരുട്ടുവാ. ഇതൊക്കെ അമ്മയും കാണുന്നുണ്ടല്ലോ അല്ലെ? എന്നിട്ട് അതിനൊക്കെ ഒരു ന്യായീകരണവും. നമുക്ക് പോകാം, വാ മോളെ, അമ്മ ഉറക്കാം. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് മീനു അകത്തേക്ക് പോവുകയാണ്. പ്രസന്ന ദേഷ്യത്തോടുകൂടി തുളസിയെ നോക്കുമ്പോൾ തുളസി ഒന്നും വിടാതെ അകത്തേക്ക് പോകുന്നു. തലയിൽ കൈവച്ച് പ്രസന്ന പറയുന്നു എന്റെ ഈശ്വര, എന്തൊരു മനുഷ്യനാ ഇത്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് വന്ന പ്രസന്ന തുളസിയോട് ചോദിക്കുന്നു ഇന്നും കുടിച്ചിട്ടുണ്ടല്ലേ? തുളസി പറയുന്നു ശകലമേ ഉള്ളൂ. പ്രസന്ന പറയുകയാണ് ആ ശകലമേ ഉള്ളൂ, പക്ഷെ ഇതിപ്പം പല ദിവസം ആയല്ലോ, ഇതൊന്നും പതിവില്ലായിരുന്നു. തുളസി പറയുന്നു ഞാനിത് പതിവാക്കുന്നൊന്നുമില്ല, മിക്കവാറും ബ്രോക്കർമാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ബാറിൽ വെച്ചാണ് നടക്കുന്നത്. ചിലപ്പോ എറണാകുളത്തോ മൂവാറ്റുപുഴയിലോ ഉള്ള ബ്രോക്കറുമായിട്ട് കൂട്ടിക്കെട്ടിയായിരിക്കും കച്ചവടം. അവര് മീറ്റിംഗ് സ്ഥലം പറയുന്നത് പോലും ബാറിൽ വെച്ച് കാണാമെന്ന. ഞാൻ മിക്കവാറും ഒഴിഞ്ഞു മാറും, ചിലപ്പോൾ അവരുടെ കൂടെ കൂടേണ്ടതായിട്ടും വരും. മീനാക്ഷിയും കൊച്ചും ഒക്കെ ഉറങ്ങിയോ? പ്രസന്ന പറയുന്നു കല്ലുമോൾ ഉറങ്ങിക്കാണും, ഒച്ച അനക്കോ ഒന്നും കേൾക്കുന്നില്ല. മീനാക്ഷി ഇപ്പോഴൊന്നും ഉറങ്ങിയല്ല. തുളസി ചോദിക്കുന്നു അവൾ ഇവിടെ വന്നത് പിന്നെ അമ്പലത്തിലോ മറ്റോ പോകുന്നുണ്ടോ? പ്രസന്ന പറയുന്നു അമ്പലത്തിലോ? അവള് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ലല്ലോ. തുളസി പറയുന്നു എന്നും ഇതിനകത്ത് അടച്ചിരുന്നാ പോരല്ലോ, വല്ലപ്പോഴും പുറത്തേക്കൊന്ന് ഇറങ്ങട്ടെ. പ്രസന്ന പറയുന്നു അതിന് അമ്പലത്തിൽ തന്നെ പോകണമെന്നില്ലല്ലോ, ജൗളിക്കടയിലോ മറ്റോ പോയി അവൾക്കും കൊച്ചിനും വേണ്ടത് എന്താന്ന് വെച്ചാ മേടിക്കാൻ ഞാൻ പറയുന്നതാ, അവള് കേൾക്കണ്ടേ? തുളസി പറയുന്നു അങ്ങനെ പോയാ പോരാ, നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോയി ഒന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ നീ അവളോട് പറയണം. അല്ല എന്ത് കാര്യം ശരിയാകണമെങ്കിലും ഒരു ഈശ്വരാധീനം കൂടി വേണ്ടേ? പ്രസന്ന ചോദിക്കുന്നു പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ, അതോ ഏട്ടൻ വല്ല വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്ന് തുളസി പറയുമ്പോൾ പ്രസന്ന ചോദിക്കാണ് വഴിപാടെന്ന് പറയുമ്പോൾ ചുറ്റുവിളക്ക്, പുഷ്പാഞ്ജലി, നെയ്പായസം അങ്ങനെ എന്തേലും പ്രത്യേകിച്ച് പറഞ്ഞു നേർന്നതാണോ? തുളസി പറയുന്നു ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നും വിചാരിച്ചില്ല, അവൾക്ക് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാ കഴിപ്പിക്കാൻ പറ, അതിനുള്ള കാശും കൊടുത്തു വിട്ടേക്ക്. പ്രസന്ന പറയുകയാണ് ഈ നേർച്ചയും വഴിപാടും ഒക്കെ എന്ന് തുടങ്ങി? ഞാൻ ആദ്യമായിട്ട് കാണുക. തുളസി പറയുന്നു നമ്മുടെ പിള്ളേർക്കൊരു തട്ടുകേട് പറ്റരുതെന്ന് എനിക്കും വിചാരമില്ലേടി. മീനാക്ഷിക്ക് ദുർബുദ്ധിയൊന്നും തോന്നരുതെന്ന് ഞാൻ പലപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രസന്ന പറയുന്നു പതുക്കെ, അവൾ ഉറങ്ങി കാണത്തില്ല. തുളസി പറയുകയാണ് നീ വേഗം ലൈറ്റ് അണച്ചേക്ക്, ഞാൻ കിടന്നുറങ്ങട്ടെ. പിന്നീട് കാണിക്കുന്നത് കാറിൽ ക്ഷേത്രത്തിലേക്ക് വരികയാണ് ദാസപ്പനും രാജലക്ഷ്മിയും. കാറിൽ നിന്നും ഇറങ്ങിയ ദാസപ്പൻ പറയുന്നു ഞാനൊന്ന് നോക്കിയേച്ചു വരാം. ക്ഷേത്രത്തിനകത്തേക്ക് വന്ന് ചുറ്റും നോക്കുന്ന ദാസപ്പൻ കാണുകയാണ് മീനാക്ഷിയെ. കാറിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് ദാസപ്പൻ പറയുന്നു മേഡം ഇറങ്ങിയാട്ടെ, ദേ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, എന്നെ കാണണ്ട. ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന മീനാക്ഷിയെ കണ്ട് ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് രാജലക്ഷ്മി. ദാസപ്പനും മറങ്ങി നിന്ന് അവരെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് മീനാക്ഷി കാണുകയാണ് ക്ഷീണത്തോടുകൂടി തളർന്നിരിക്കുന്ന ഒരമ്മയെ. മീനാക്ഷി ആ അമ്മയുടെ അരികിലേക്ക് പോകുമ്പോൾ രാജലക്ഷ്മി മീനാക്ഷിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തളർന്നിരിക്കുന്ന ആ അമ്മ മീനാക്ഷിയോട് വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം കൊണ്ട് കൊടുത്ത് അരികിലേക്ക് ഇരിക്കുകയാണ് മീനാക്ഷി. ആ അമ്മയ്ക്ക് കഴിക്കാനായി ക്ഷേത്രത്തിലെ പ്രസാദം കൊടുക്കുന്ന മീനാക്ഷിയെ കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് രാജലക്ഷ്മി. ദാസപ്പൻ പുഞ്ചിരിച്ച് രാജലക്ഷ്മി
രാജലക്ഷ്മിയെ നോക്കുമ്പോൾ രാജലക്ഷ്മി മുഞ്ചരിച്ച് തലയാട്ടുകയാണ്. ആ അമ്മയോട് യാത്ര പറഞ്ഞ് മീനാക്ഷി അവിടെ നിന്ന് പോകുമ്പോൾ മുന്നിലൂടെ പോകുന്ന മീനാക്ഷി കാണാതിരിക്കാനായി തിരിഞ്ഞു നിൽക്കുകയാണ് രാജലക്ഷ്മിയെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു പോകുകയാണ് മീനാക്ഷി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.